Guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ മേക്കപ്പ് ഫോർ ഡസ്കി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറ് എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിയാസിനിമേൻ്റെ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിറം ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ അതൊന്നും ഇടാം കേട്ടോ. അടുത്തത് സൺസ്ക്രീൻ വന്നിട്ട് മിനിമലിസ്റ്റിന്റെയും അക്വലോജിക്കിന്റെയും ഉണ്ട്. അപ്പോൾ ഏതാ ഏട്ടാ പറ. മഞ്ഞ കളർ ശരി, നമുക്ക് അക്വലോജിക് ഇടാം കേട്ടോ. രണ്ടും നല്ലതാണ്, എനിക്ക് നല്ല ചേരുന്ന ഒരു സാധനമാണ്. തേപ്പ് തേച്ചിട്ടാണ് പൈസയൊക്കെ ഇവിടെ പുകയായിട്ട് പോകുന്നതില്ലേ. ഇതൊക്കെ പ്രൊട്ടക്ഷൻ ആണ് അല്ലേ ഗൈസ്? അതെന്തെങ്കിലും ഇട്ടിട്ടാണോ? എല്ലാ ബോയ്സും പ്രൊട്ടക്ട് ചെയ്യണം സ്കിന്നിനെ. അടുത്തത് നമുക്ക് കളർ കറക്റ്റർ എനിക്ക് മസ്റ്റ് ആണ്. നിറയെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കളർ കറക്റ്ററും പിന്നെ കൺസീലർ തീർന്നു. ഇതും നല്ല കൺസീലറാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് തീർന്ന് വാങ്ങാനുണ്ട്. ഞാൻ കളർ കറക്റ്റർ ഒന്ന് സെറ്റ് ആക്കിട്ടിട്ട്. അടുത്തത് നമുക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറേ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഫൗണ്ടേഷൻ ഇടും. അല്ലെങ്കിൽ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് എന്താണ് പൗഡറും ഇട്ടിട്ട്, അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ സാധനം നൈബേൻ്റെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ ഇട്ട് പൗഡർ ഇട്ടാൽ നമുക്ക് ഇവിടെ അടുത്തൊക്കെ പോകാൻ സെറ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ, അതായത് കുറച്ച് ഹെവി മേക്കപ്പ് ഒക്കെ വേണമെങ്കിൽ ഫൗണ്ടേഷൻ കൺസീലർ എല്ലാം യൂസ് ചെയ്യാം. എനിക്ക് കൺസീലർ മസ്റ്റ് ആണ്. ഇത് അവിടെ കണ്ടോ ഡോട്ട്, അതൊക്കെ നമുക്ക് മറക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് പ്രൈമർ ഇടാം. പ്രൈമർ ഇട്ടിട്ട് വേണം പെയിന്റ് ചെയ്യാൻ. അടുത്ത നമുക്ക് ഇല്ലാത്ത കൺസീലർ ഉണ്ടാക്കിയെടുക്കാം. തീർന്നു, പക്ഷെ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ. നല്ലൊരു കൺസീലർ ആണിത്. ഏജ് റിവൈൻഡ് കൺസീലർ. നല്ല മാഞ്ഞു പോയി, ഇട്ടിട്ട് മാഞ്ഞു പോയി സാധനം. കണ്ണിന്റെ മേലെയും കണ്ണിന്റെ താഴെയും എന്നിട്ടൊന്ന് സെറ്റാക്കാം. ഇനി ഞാൻ എടുക്കാൻ പോണത് ലാക്മീൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇതിൽ പ്രൈമർ പ്ലസ് മാറ്റ് പെർഫെക്റ്റ് കവർ ഫൗണ്ടേഷനാണ് ഇത്. എൻ്റെ ഷെയ്ഡിന് മാച്ച് ആവുന്ന ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാനിത് കുറച്ച് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇതാക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ട്രോപ്പ് ക്രീമില്ലേ, കുറച്ചൊരു ഗ്ലോ, ഇത് അല്ലെങ്കിൽ ഗ്ലോ ഉള്ള ഒരു ഫൗണ്ടേഷനാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഇതിലാണ് എന്താ ഇതും കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ അല്ല, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മുഖത്ത് ഇങ്ങനെ ഓരോ ഡോട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഓരോ ഡോട്ട്. എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ പെർഫെക്റ്റ് ഷെയ്ഡ് വാങ്ങിയില്ലെങ്കിൽ പണി പാടും. നോക്കി വാങ്ങിയില്ലെങ്കിൽ കഴുത്തിലൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് മുഖം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, കൺസീലറും ഇട്ടിട്ടുണ്ട്. ഇത്ര മതി ഫൗണ്ടേഷൻ, ഭയങ്കര ഓവറായാലും ബോറാണ്. സെറ്റ് ആയിട്ടുണ്ടല്ലേ ഏട്ടാ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കാം എടുക്കുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു കളറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നല്ലപോലെ അറിയും. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം കുറച്ചതിനടുത്ത് ഇട്ട് കൊടുക്കാം. അതായത് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ സ്ഥലം ഫസ്റ്റ് തുടങ്ങണ്ട, അപ്പോൾ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്തു. ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൺസീലർ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ.
ഐബ്രോസ് കാണിക്കുമ്പോഴാണ് ഭംഗി. എനിക്ക് അതിനായിട്ട് ഫീൽ ആവുന്നത്. അപ്പോൾ നമ്മൾ ഹൈബ്രോസ് ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്തു കൺസീലറൊക്കെ വെച്ചിട്ട്. ഇനി നമുക്ക് എന്താ മാർസിൻ്റെ ഒരു പാലറ്റ് എടുത്തിട്ട് നമുക്ക് ഐ ഷാഡോ അത്രയ്ക്കൊന്നും വേണ്ട, ഒരു നോർമൽ. ആദ്യം ഞാൻ ഈ ഷെയ്ഡാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഈ ഷെയ്ഡ് എടുക്കാം. അടുത്തത് നമുക്ക് ഐലൈനർ ഒന്ന് വരച്ചു കൊടുക്കാം. ഇടുന്നത് ഈ ഒരു ഐലൈനർ, ഈ ഒരു സാധനമുണ്ട്. ഇതെനിക്ക് കുഴപ്പമില്ല, ഭയങ്കര കട്ടിയായിട്ട് ഈ സാധനത്തിൽ വരുന്നതുകൊണ്ട് എനിക്കിത് ഇഷ്ടമല്ല. ഇത് നമ്മുടെ പഴയ കാലത്തെ സാധനമാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഈ ഒരു സാധനം കേട്ടോ. ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ കണ്ണെഴുതാൻ. നമുക്ക് കണ്ണെഴുതിട്ട് വരാം. അപ്പം നമ്മുടെ ഐലൈനർ ഇട്ടു. ഇനി നമുക്ക് ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു സാധനം എടുത്തിട്ടുണ്ട്, ഉണങ്ങിന്ന് വിചാരിക്കുന്നു. എന്താ സാധനം അടുത്ത് അല്ലേ? ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്തു. അതൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഐലൈനർ, ഐ ലാഷസ് കേൾ ചെയ്ത് പിന്നെ മസ്കാര കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ബ്ലഷ് വേണ്ടവർ ബ്ലഷ് ഇടുക. പൗഡർ ബ്ലഷ് ആണ്, അല്ല പൗഡർ ബ്ലഷ് ആണെങ്കിൽ ഇതിത്തെ ഈ ഒരു കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലതാണ്. എൻ്റെ അടുത്തത് ഈ ഒരു ഇൻസൈറ്റുള്ള ഒരു ബ്ലഷ് ഉണ്ട്, ഇത് നല്ലതാണ്. ഡ്രൈ സ്കിന്നൊക്കെ നല്ല ബ്ലഷാണ് ഇൻസൈറ്റിൻ്റെ. അധികം ഇടാറൊന്നുമില്ല, അതും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാനേ. അപ്പോൾ ഇനി നമുക്ക് പൗഡറും കൊണ്ട് സെറ്റ് ചെയ്യാം. എൻ്റെ പൗഡർ നോക്കൂ ഗൈസ്, നടുവിൽ ഒരു ഓട്ടയായിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് സൺബേജിൻ്റെ ആണത്. നമുക്ക് നല്ലവണ്ണം എടുക്കാം. സെറ്റ്. ഇനി നമുക്ക് എന്താണ് ഹരത്തെ ലാസ്റ്റ് വെള്ളം അടിക്കണോ? അതൊക്കെ വേറെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? ലിപ്സ്റ്റിക്. കണ്ടുപിടിച്ചു. ഞാനൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഇടുന്നത്. സെറ്റാക്കണം ലിപ്സ്റ്റിക്, റെഡ് ഷെയ്ഡ്. ഫൈനലി നമ്മുടെ എല്ലാം ഫൗണ്ടേഷനും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കും ലാസ്റ്റ് ഇട്ടു. ഇനി നമുക്ക് എന്താ ഇടുക? വെള്ളം പൂശി കൊടുക്കുക ഏട്ടൻ പറയും കേട്ടോ. സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ, ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. കുറെ പേര് ഇതിലിങ്ങനെ അടിക്കും, പക്ഷെ ഇത് ഒബ്സർവ് ചെയ്യല്ലേ ചെയ്യാം. അപ്പൊ നമ്മള് വേസ്റ്റ് അല്ലേ അല്ലേ? ഇനി നമുക്ക് ഒരു ഫൈനൽ ലുക്ക്, അതായത് ഡ്രസ്സൊക്കെ മാറ്റി ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കരുതുന്നു. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ചെയ്തു. അതായത് ഒരു സാരിയാണ് ബ്ലാക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.